കടകംപള്ളിയും തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇയാൾക്ക് കരാറ് കൊടുത്തെന്ന് ഈ പത്മകുമാർ പറഞ്ഞിട്ടും ഇപ്പൊ നിങ്ങളുടെ ഉന്നതങ്ങളിൽ ബന്ധമുള്ളവർ ഇതുപോലെ തട്ടിപ്പിന് നേതൃത്വം നൽകിയാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ ഈ 2025-ലും ഇപ്പോ തൊട്ടു മുമ്പ് മാറിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവനെ കൊണ്ട് തന്നെ ഇത് പൂശിക്കാൻ വേണ്ടി വീണ്ടും കൊണ്ടുപോവാ. നല്ല എളുപ്പമല്ലേ, നല്ല സുഖമല്ലേ? എന്തേലും അധ്വാനം ഉണ്ടോ? എന്തേലും പ്രയാസമുണ്ടോ? പണിയെടുക്കണോ? അധ്വാനിക്കണോ? ഒന്നും വേണ്ട. ഇങ്ങനെ നോക്കിയിട്ട് പറ, അയ്യോ സ്വർണ്ണമൊക്കെ ഒന്ന് ഇഴിഞ്ഞിരിക്കണം, ഒന്ന് പൂശണ്ടേ? എന്നിട്ട് അത് പൂശാൻ നേരത്തെ കൊണ്ടുപോകുമ്പോൾ ചോദിക്കുക, അതിന് എഴുതി വെക്കുക കടലാസിൽ, ഈ കൊണ്ടുപോകുന്നത് മുഴുവൻ ചെമ്പാണെന്ന് എഴുതി വെക്കുക. അത് ആ ഫയൽ ഇവരെല്ലാവരും ഇങ്ങനെ ക്ലിയർ ചെയ്ത് വിടുക. എന്നിട്ട് ഓരോ പൂക്കിനും കിലോ കണക്കിന് ഇങ്ങനെ കുറയ്ക്കുക. പഴവും തക്കാളി ഉള്ളിയൊന്നല്ല, സ്വർണ്ണമാണ് കിലോ കണക്കിന് അടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വർണം കോടിക്കണക്കിന് രൂപയുടെ മുതൽ, അതും അയ്യന്റെ സ്വർണം, ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം, അവിടെയുള്ള പാളികളിലെ സ്വർണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം. നല്ല സുഖമല്ലേ? അതിന്റെ ഇങ്ങനെ വരുമാനം എന്നിട്ട് അത് പിന്നെ ഇങ്ങനെ എടുത്ത് അയക്കാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് അയക്കുക. സ്വർണം പൂച്ചാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകണ വഴിക്ക് ആൾക്കാർക്ക് സമർപ്പിക്കുക. അതിന്റെ പേരിൽ വേറെ പിരിവുണ്ടാക്കുക, അതിന് സ്വകാര്യ ദർശനം വെച്ചു കൊടുക്കുക. എന്നിട്ട് ചെന്നൈയിൽ നിന്ന് ഒരു സാധനം പുറപ്പെട്ട കേരളത്തിൽ എത്താൻ 40 ദിവസം, ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ട അവിടെ എത്താൻ 12 ദിവസം. എന്തൊക്കെ തട്ടിപ്പാണ് ഇവർ നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.